നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊണ്ടും കൊടുത്തും തീർത്തും തീർപ്പാക്കി നടന്നൊരു കാലം. ആ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് നീ ഇപ്പോഴത്തെ ഈ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോരുത്. പോയാ തകരുന്നത് ഒരുപാട് ജീവിതങ്ങളാ. തീർത്ത് കളയുടെ നിന്നെ ഞാനിപ്പോ എന്ത് വേണമെന്ന വിഷ്ണു എണ്ണി പറയുന്നേ? നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിക്കാതെയാ. ഒരു ബന്ധവും ഇല്ലാത്ത എന്റെ വീട്ടില് നീ എന്നേക്കാൾ ബന്ധം ഉണ്ടാക്കി. ഒടുവിൽ എന്റെ സ്വപ്നങ്ങൾക്ക് മേൽ, എന്റെ ഇഷ്ടങ്ങൾക്ക് മേൽ അധികാരത്തിന്റെ ചട്ടക്കൂട് നീ ഉണ്ടാക്കി. ഇനി അതിൽ അടയിരിക്കാനും എന്നേക്കുമായിട്ട് നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ലെന്നല്ല, എന്നെ അതിന് കിട്ടില്ല. മുഹൂർത്തത്തിന് ഇനിയും സമയമുണ്ട്. ഓടിപ്പോകുകയോ ഒളിച്ചിരിക്കയോ നാട് വിടോ, ഈ കല്യാണം നടക്കില്ലെന്ന് അമ്മയോട് പോയി പറയോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ മുഹൂർത്ത സമയത്ത് കതിർ മണ്ഡപത്തിന് നീ വരാൻ പാടില്ല. വന്ന അമ്മയെ ഭയന്ന് വായടച്ച് നിൽക്കുന്ന വിഷ്ണുവിന് പകരം നീ അവിടെ കാണാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് മറിയ കേട്ട് വായിക്കുന്ന വിഷ്ണുവിനെ ആയിരിക്കും. മനസ്സിലായി? ഇനി ഞാൻ പറഞ്ഞതനുസരിക്കാതെ നീ കതിർ മണ്ഡപത്തിൽ വന്നു എന്ന് വിചാരിക്കുക. അവിടെ നടക്കുന്നത് താലികെട്ടായിരിക്കില്ല, കഴുത്തറക്കലായിരിക്കും. എന്റെ ശാലിനിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ അത് സന്തോഷത്തോടെ ചെയ്യും, നിനക്കറിയാലോ. എങ്ങനെ ഇവിടെ നിന്ന് പോണെന്ന് നീ തീരുമാനിക്കേ. ജീവൻ വേണോ ജീവിതം വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കേ. മധുശ്രീ, എന്താ നീ എന്തിനാ കരയുന്നേ? എന്താ മേക്കപ്പുകാർക്ക് പണി കൂട്ടാനായിട്ട് നീ മോങ്ങാതെ കാര്യം പറയണ്ടേ? വിഷ്ണുവേട്ടൻ 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 എന്താ പറ്റിയേ? വിവാഹപ്പന്തലിൽ ചെന്ന് എന്നെ കൊന്നുകളയൊന്ന്. വിഷ്ണുവേട്ടന് കൊല്ലാനും തല്ലാനും നടത്ത ഒരു ഭൂതകാലം ഉണ്ടെന്ന്. അത് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട. വട്ട് കളിച്ച് നടക്കുന്ന പ്രായത്തിൽ കാണിക്കുന്ന ഒരു തരം വട്ടുകളി, അല്ലാതെ ആളെ കൊല്ലാനും തല്ലാനും ഉള്ള ഗഡ്സ് ഒന്നും നിന്റെ വിഷ്ണുവേട്ടനില്ല. നല്ല പേരുള്ള ഗുണ്ടകൾക്കൊപ്പം നിന്ന് ഒന്ന് മുട്ടിയിട്ട് പോലുമില്ല. അതിന്റെ ഒരു കുറവുണ്ട്. ആരെങ്കിലും ഒന്ന് അറിഞ്ഞു പെരുമാറിയാ അതങ്ങ് മാറിക്കോളും. ഈ സന്തോഷത്തോടെ മണ്ഡപത്തിലേക്ക് വാ. ബാക്കിയൊക്കെ നമുക്ക് തട്ടേ കയറിട്ട് പ്ലാൻ ചെയ്യാം. മധുശ്രീ, വിഷ്ണുവേട്ടൻ നല്ല ചൂടില്ല മധുശ്രീ. എനിക്കാകെ പേടിയാവുന്നു. ആ ചൂട് തണുപ്പിക്കാനുള്ള വഴിയൊക്കെ മണ്ഡപത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അതും മറികടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് നിന്റെ വിധിയാണെന്നേ പറയാൻ പറ്റൂ. മുഹൂർത്ത സമയത്ത് തന്നെ നീ മണ്ഡപത്തിലെത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.